ഹായ് പ്രിയപ്പെട്ടവരെ, സ്വീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഇടതുഭാഗത്തെ ജനലിനോട് ചേർന്ന് രണ്ട് സൈഡും ഒരു കെട്ടി അടിഭാഗത്ത് ചെടി വയ്ക്കാനുള്ള ഒരു പോട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെയ്ത ഒരു ഗാർഡൻ ഐഡിയയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഇഷ്ടജനങ്ങളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്യണേ. ചെറിയൊരു പോട്ടായതുകൊണ്ട് എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് 3 സ്പൈഡർ പ്ലാന്റുകൾ ഞാൻ അവിടെ കുഴിച്ചിട്ടു. സ്പൈഡർ പ്ലാന്റ് മാത്രമായപ്പോൾ ഒരു ഭംഗിയില്ലെന്ന് എനിക്ക് തോന്നി. വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി കൂടി ചെയ്യണമെന്ന് കരുതി വീടിന് ചുറ്റും നടന്നപ്പോഴാണ് അടുക്കള ഭാഗത്ത് ഒരു പൊട്ടിയ പഴയ മൺചട്ടി കാണുന്നത്. ചുമരിൻ്റെ മൂലയ്ക്ക് ഡ്രില്ല് ചെയ്ത് ഒരു സ്ക്രൂ പിടിപ്പിച്ച് ചട്ടി ഞാൻ ഒരു കമ്പി കൊണ്ട് അതിലേക്ക് കെട്ടിപ്പിടിപ്പിച്ചു. ശേഷം അതിലേക്ക് പോട്ട് മിക്സ് നിറച്ച് ടർട്ടിൽ വൈൻ ചെടി വെച്ച് കൊടുത്തു. 1.5 മാസം കൊണ്ട് ടർട്ടിൽ വൈൻ ചെടി വളർന്ന് ചട്ടിയിൽ നിന്ന് താഴേക്ക് ഒഴുകാൻ തുടങ്ങി. അല്പം ടർട്ടിൽ വൈൻ കഷ്ണങ്ങൾ പൊട്ടിച്ചെടുത്ത് നിലത്തുമിട്ട് ആ ഒഴുക്ക് ഞാൻ നിലത്താകെ പരത്തി. ഇപ്പോൾ അല്പം ഭംഗിയൊക്കെ വന്നു തുടങ്ങി ആ പോട്ട് കാണാൻ. എന്നാലും കുറച്ചുകൂടി നന്നാക്കണമെന്ന് എനിക്ക് തോന്നി. പുറത്തേക്ക് അധികമായി വളർന്ന സ്പൈഡർ പ്ലാന്റിൻ്റെ ഇതളുകളൊക്കെ മുറിച്ചു കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ തിണ്ടിൽ ചെറിയ ചട്ടികളിലായി സെറ്റ് ചെയ്ത 3 ഫേൺ ചെടികളും 3 വൈറ്റ് മണി പ്ലാന്റും അവിടെ വെച്ചു കൊടുത്തു. ഈ ഫേൺ ചെടി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി 3 പോട്ടിലാക്കി വളർത്തിയെടുത്തതാണ്. വൈറ്റ് മണി പോട്ടും വളരെ ബുഷിയായിട്ട് തന്നെ ഞാൻ വളർത്തിയെടുത്തിരുന്നു. ഇതുപോലെ ഇടവിട്ട് ഓരോ ചട്ടികളായിട്ട് വെച്ച് കൊടുത്തപ്പോൾ ശരിക്കും എന്തു ഭംഗിയാണല്ലേ. അല്പം ഒഴിവു സമയങ്ങളൊക്കെ ഇതുപോലെ വിനിയോഗിച്ചാൽ ഓരോ വീടിൻ്റെ മുൻവശവും ഇതുപോലെ മനോഹരമാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. ഈ ഫേൺ ചെടിയുടെയും മണി പ്ലാന്റിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തും 2 അഗ്ലോണിമ ചെടികൾ കൂടി ഉണ്ട് കേട്ടോ. ഇതുപോലെ ഒരുപാട് ചെടികൾ ഞാൻ വീടിന് ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കൊച്ചു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ എൻ്റെ വീട്ടിലെ ഗാർഡൻ വിശേഷങ്ങളുമായി വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും സപ്പോർട്ടും എനിക്കുണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്